എസ് സുബലക്ഷ്മി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ചലച്ചിത്ര പുരസ്കാര ദാനമാണ്. എസ് സുബലക്ഷ്മി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ ചലച്ചിത്ര രത്ന പുരസ്കാരത്തിന് അർഹനായത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നടൻ ശ്രീ വിജയരാഘവൻ അവർകളാണ്. എസ് സുബലക്ഷ്മി ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ ചലച്ചിത്ര രത്ന പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ വിജയരാഘവൻ അവർകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാന്യനായ ജസ്റ്റിസ് എൻ നാഗരേഷ് സാറിനെയും ജസ്റ്റിസ് CK അബ്ദുൾ റഹീം സാറിനെയും ആദരവോടെ ക്ഷണിക്കുന്നു. നിറഞ്ഞ കയ്യോടെയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. മറുവാക്കിനായി ശ്രീ വിജയരാഘവൻ സാറിനെ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണിത്. ഇപ്പം മുൻപ് പലരും പറഞ്ഞ പോലെ ഒരു നാടക കുടുംബത്തിലാണ് ജനിച്ചത്. എന്നുവെച്ച് ചുരുക്കി പറഞ്ഞാൽ കുലത്തൊഴിൽ അഭിനയമാണെന്ന് വേണേൽ പറയാം. അച്ഛൻ, അമ്മ, അച്ഛൻ്റെ സഹോദരി, എൻ്റെ സഹോദരി, അങ്ങനെ സ്വന്തം നാടക ട്രൂപ്പ്. അങ്ങനെ എൻ്റെ കോളേജ് സ്റ്റഡീസ് മുതൽ ഞാനൊരു പ്രൊഫഷണൽ നടനായി. ഒരു 70-71 കാലം മുതൽ അഭിനയമാണ് എൻ്റെ പ്രൊഫഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 10-55 വർഷമായി ഇത് തന്നെ ജോലി. ഇതിനിടയിൽ ഒരു 10-13 വർഷത്തോളം നാടകം മാത്രമായിരുന്നു. അതിനുശേഷം സിനിമ. ആദ്യം 73 സിനിമയിൽ അഭിനയിച്ചു, കാബാലിക. പിന്നെ ഒരു 10 വർഷം അഭിനയിച്ചില്ല. എനിക്ക് അന്ന് നാടകമായിരുന്നു എല്ലാം. പക്ഷേ ഇപ്പോഴും എൻ്റെ വിശ്വാസം, ഞാൻ എന്തെങ്കിലും ഒരു നടന്നുള്ള നിലയിൽ എന്തെങ്കിലും ആണെങ്കിൽ അത് നാടകമാണ് എൻ്റെ അടിസ്ഥാനം. എനിക്ക് ഈ പറഞ്ഞ ഈ വർഷങ്ങളിൽ സിനിമാ നടൻ എന്നുള്ള രീതിയിൽ എനിക്ക് ചെറുതും വലുതുമായ കുറേ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഈ അവാർഡ് എന്നെ അറിയിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും അഭിമാനവും തോന്നി. ഞാനൊരു ഗായകനൊന്നുമല്ല, പക്ഷേ ഈ MS-ൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. ഞാനപ്പം പല ഗായകരുടെയും പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊരു തോന്നുന്നു ഇതൊരു പ്രോഡിജിയാണ്, ഒരു സൃഷ്ടിയുടെ ഒരു എടുത്തുചാട്ടമായിരുന്നു ഈ MS. അങ്ങനെയുള്ള മഹത് വ്യക്തിയുടെ പേരിലുള്ള ഈ അംഗീകാരം എനിക്ക് ഇതുവരെ കിട്ടിയ അംഗീകാരങ്ങളിൽ ഏറ്റവും ഞാൻ വിശിഷ്ടമെന്ന് കരുതുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ കരുതുന്നത്. ഇത് ഇങ്ങനൊരു അംഗീകാരത്തിന് എന്നെ തിരഞ്ഞെടുത്ത ഇതിൻ്റെ സംഘാടകരോടും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും, മാത്രമല്ല എന്നെ ഒരു നടനെന്നുള്ള നിലയിൽ ഇത്രയും വർഷങ്ങൾ നിലനിർത്തിയത് എൻ്റെ പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരുടെ നന്ദി ഈ അവസരത്തെ അറിയിക്കുകയാണ്. നന്ദി.